പ്രതിപക്ഷ നേതാവിന്റെ പുതുയുഗയാത്ര എറണാകുളത്തെത്തിയപ്പോഴേക്കും വി ഡി സതീശന് വിസ്മയമായി മഹിളാ കോൺഗ്രസ് നേതാവ് ആർ രശ്മി. കൊട്ടാരക്കരയിലെ മുൻനിര വനിതാ നേതാവായിരുന്ന ആർ രശ്മി കോൺഗ്രസ് വിട്ട് ബിജെപിയിൽ ചേർന്നു. കോൺഗ്രസിൽ നിന്ന് തിക്താനുഭവം നേരിട്ടുവെന്ന് ആർ രശ്മി പറഞ്ഞു. പരാതി നൽകിയിട്ടും അനക്കമില്ലാതെ കോൺഗ്രസ് നേതൃത്വം. പ്രതിപക്ഷ നേതാവിന്റെ പുതുയുഗയാത്ര സംസ്ഥാനത്തിന്റെ പകുതി താണ്ടിയപ്പോഴേക്കും കോൺഗ്രസിൽ നിന്ന് ഒരു വിസ്മയം ഒഴിഞ്ഞു. DCC അംഗത്തിനെതിരെ കടുത്ത വിമർശനവുമായാണ് മഹിളാ കോൺഗ്രസ് സംസ്ഥാന സെക്രട്ടറി ആർ രശ്മി കോൺഗ്രസ് പാർട്ടി വിട്ടത്. പുതുയുഗയാത്ര കൊട്ടാരക്കരയിലെത്തുമ്പോൾ സ്വീകരിക്കാൻ മുൻനിര നേതാവായി ആർ രശ്മി ഇനി കോൺഗ്രസിൽ ഉണ്ടാകില്ല. പകരം BJPയുടെ കൊടിക്കീഴിൽ ആർ രശ്മി ഇത്തവണ മത്സരിക്കും. പൊതുമധ്യത്തിൽ വെച്ച് DCC അംഗം തന്നെ അപമാനിച്ചതാണ് പാർട്ടി വിടാൻ കാരണമെന്ന് ആർ രശ്മി മാധ്യമങ്ങളോട് പറഞ്ഞു. പാർട്ടിയുടെ കൊട്ടാരക്കരയിൽ അധ്യക്ഷപദം അലങ്കരിച്ചിരുന്ന പലരും ഇന്ന് അവരെല്ലാം DCCയുടെ ഉത്തരവാദിത്തപ്പെട്ട ഭാരവാഹികളായി മാറിക്കഴിഞ്ഞു. അവർ വളരെ മോശമായ വാക്കുകളാണ് എന്നെ ഉപയോഗിച്ചത്. ഒരു പാർട്ടി മീറ്റിംഗിലാണെങ്കിൽ നമുക്ക് പ്രശ്നമില്ല, പക്ഷെ ഒരു പൊതുസ്ഥലത്ത് നിന്നാണ് എന്നെ വളരെ മോശമായ വാക്കുകൾ ഉപയോഗിച്ചത്. അതാണ് എന്നെ വേദനിപ്പിച്ചത്. ധാരാളം തിക്ത അനുഭവങ്ങളാണ് അതിനുശേഷം ഉണ്ടായത്. പ്രതിപക്ഷ നേതാവും കൊടിക്കുന്നിൽ സുരേഷുമടക്കം ആർ രശ്മിയുമായി സമവായ ചർച്ചയ്ക്ക് ശ്രമിച്ചെങ്കിലും ഫലം കണ്ടില്ല. KPCC അധ്യക്ഷന് പരാതി നൽകിയെന്ന് ആർ രശ്മി പറയുമ്പോഴും പരാതി നൽകിയ കാര്യത്തിൽ കൃത്യമായ മറുപടി നൽകാതെ കൊടിക്കുന്നിൽ സുരേഷ്. നിങ്ങൾക്ക് ഇത്ര വിപ്ലവം എന്താ? നിങ്ങൾ വെയിറ്റ് ചെയ്യുക, നിങ്ങളെ ഞാൻ വിളിക്കാം. ഈ കാര്യങ്ങളെല്ലാം തന്നെ കൊട്ടാരക്കരയിലെ സഹപ്രവർത്തകരുമായി ആലോചിച്ച് അവരുടെയും കൂടി അഭിപ്രായം കേട്ടതിന് ശേഷമുള്ള ഒരു മറുപടി ആയിരിക്കും ഞാൻ പറയാൻ പോകുന്നത്. കൊട്ടാരക്കരയിലെ UDF സീറ്റ് ഐഷ പോറ്റിക്ക് എന്ന വാർത്തയ്ക്ക് പിന്നാലെ ആർ രശ്മി കോൺഗ്രസ് നേതൃത്വവുമായി അകൽച്ചയിലായിരുന്നു. എന്നാൽ ഐഷ പോറ്റിയല്ല, കോൺഗ്രസ് നേതൃത്വത്തിൽ നിന്ന് നേരിട്ട തിക്താനുഭവമാണ് താൻ പാർട്ടി വിടാൻ കാരണമെന്ന് ആർ രശ്മി പറഞ്ഞു. 2021 കൊട്ടാരക്കരയിൽ നിന്നുള്ള UDF സ്ഥാനാർത്ഥിയായിരുന്നു ആർ രശ്മി. ഇന്നത്തെ കോൺഗ്രസ് നാളത്തെ BJP എന്ന വിസ്മയത്തിന്റെ പുതിയ അധ്യായമായി ആർ രശ്മി മാറുകയാണ്. പ്രതിപക്ഷ നേതാവിന്റെ പുതുയുഗയാത്ര തലസ്ഥാനത്തെത്തുമ്പോഴേക്കും BJPയിൽ എത്ര കോൺഗ്രസ് വിസ്മയങ്ങൾ ഉണ്ടാകും എന്നത് കണ്ടറിയേണ്ടതാണ്. കൈരളി ന്യൂസ്, തിരുവനന്തപുരം.